ആൻഡ് ആസ് യൂഷ്വൽ ഹൻസുവിനെ കുറിച്ച് ടീച്ചേഴ്സ് ആർ റിയലി ഗുഡ് ടു സേ, ലൈക് ഹൻസുവിനെ പുകഴ്ത്തിനെക്കാട്ടിലും ഐ തിങ്ക് ഇറ്റ്സ് നല്ല കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാരന്റ്സ് മീറ്റിംഗ്. സ്കൂളിലൊക്കെ ഇങ്ങനെ പേടിയാണ്, കാരണം മാർക്കൊക്കെ കുറവായിരുന്നു. ഇവിടെ മറ്റേ മാർക്കും ഉണ്ട്. റെസ്പെക്ട് ചെയ്യുന്ന വേറെ കുട്ടി ഇല്ല എന്നാണ് പറഞ്ഞത്. ലൈക് ആരെ ഗുഡ് മോർണിംഗ്, താങ്ക് യു, സോറി പറഞ്ഞുകൊണ്ട് ഓൾവേസ് റെസ്പെക്ട് ടീച്ചേഴ്സ്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ബി നൈസ് വിത്ത് ടീച്ചേഴ്സ്. ഇപ്പോൾ ടീച്ചേഴ്സ് ഒരു കുട്ടി നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഹൻസിനെ കുറിച്ച് എപ്പോഴും സ്കൂളിലായാലും ടീച്ചേഴ്സ് എപ്പോഴും നല്ലതേ പറയുന്നുണ്ടായിരുന്നു. വളരെ എൽഡേഴ്സിൻ്റെ അടുത്ത് വളരെ റെസ്പെക്ട്ഫുൾ ആണ് ഹൻസിക. ഈവൻ വിത്ത് എനി പീപ്പിൾ, പബ്ലിക്കിലായാലും എവിടെ പോയാലും ഹൻസിക വളരെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യണം. ലൈക്ക് നമ്മളാരും അത്രയ്ക്ക് വളരെ പൊളൈറ്റായിട്ട് എപ്പോഴും ബിഹേവ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഹൻസിക വളരെ 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 പൊളൈറ്റാണ്. ഹൻസിക സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം ദേഷ്യപ്പെട്ടേ കണ്ടിട്ടുകൂടിയില്ല. ഇഷാനിയുടെ അടുത്ത് എനിക്ക് ജസ്റ്റ് ഇഷാനിയും അങ്ങനെ, അല്ലാതെ ഹൻസിക വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കുട്ടിയാണ്. ഇന്ന് ആ സാർ എന്നെ ഒത്തിരി പ്രാവശ്യം കൺഗ്രാജുലേഷൻ കുട്ടി ഇങ്ങനെയാക്കിയത്. ഞാൻ പറഞ്ഞു ഗുഡ് പാരന്റിങ്. അങ്ങനെ നമുക്ക് ഗുഡ് പാരന്റിങ് എന്ന് പറഞ്ഞാലും രണ്ട് 4 പിള്ളേർ 4 പേര് 4 ഡിഫറെന്റ് ബിഹേവിയറാണ്. ഇത്രത്തോളം ഡൗൺ ടു എർത്തായിട്ടും പാവം പോലെ ഹൻസിക. അപ്പം അങ്ങനെ ഒരു ഫുള്ളി പാരന്റിങ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മോളെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ദിസ് ഇസ് ഗുഡ് എന്നാണ് നമ്മൾ എല്ലാ കുട്ടികളോടും പറയുന്നത്. എത്രത്തോളം അവരത് മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നൊക്കെയുള്ളത് ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിരിക്കുന്നു. സോ പാരന്റിങ് ഈസ് ഗുഡ്. പാരന്റിങ്ങിനൊരു പരിധി വരെ ഒരു സന്തോഷം ഉണ്ടായാലും ആ ഇൻഡിവിജ്വലി ആ ഒരു കുട്ടിയെ കൂടെ വിചാരിക്കണം. ലൈക്ക് ഹൗ ഐ ഷുഡ് ബിഹേവ്, വാട്ട് ഐ ഷുഡ് ഡു എന്ന് ഐ തിങ്ക്. ഇപ്പൊ ഇതിന്റെ അടിയിൽ കമന്റ്സ് കാണും, ചുമ്മാ പുകഴ്ത്തുന്നത്. ഇറ്റ്സ് ആക്ച്വലി റിയൽ